ഹലോ ഫ്രണ്ട്സ്, മല്ലോകോട്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലിസ്റ്റ് ബ്ലോക്കിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ ഇനി ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഇനി ഞാൻ ഉള്ളത് മാക്സ് എന്ന ബ്ലോക്ക്. സാധാരണ ഇത് ഇൻറ്റിജർ വാല്യൂസുമായിട്ടുള്ള യൂസേജ് ഉള്ള ബ്ലോക്കുകളാണിത്. ഇൻറ്റിജർ, ഫ്ലോട്ടിംഗ് വാല്യൂ ഒക്കെ നമ്മൾ ചില ഡാറ്റ ടൈപ്പുകളായിട്ട് കാണാറുണ്ട്. അതിൻ്റെ യൂസേജാണ് ഈ ബ്ലോക്കിൽ കാണിക്കുന്നത്, മാത്ത് ബ്ലോക്കിൽ. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഇതിലൊരുപാട് ബ്ലോക്കുകളുണ്ട്. അപ്പോൾ യൂസേജ് ഉള്ള നമ്മൾ ആപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും യൂസേജ് വരുന്ന ബ്ലോക്കുകളെ കുറിച്ച് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ഫസ്റ്റിലെ ബ്ലോക്ക് ഇതാ 0 എന്ന് കാണിക്കുന്ന ബ്ലോക്ക് ഒന്ന് ഡ്രാഗ് ചെയ്തിടാണ്. ഇതിൽ നമ്മൾ ഏത് നമ്പർ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, പാസ് ചെയ്യാം. ജസ്റ്റ് നമ്പർ ആയാലും ഇപ്പം എന്ത് ചെയ്യാം, പാസ് ചെയ്യാം. ഇനി ഇൻറ്റിജർ വാല്യൂസ് ഫ്ലോട്ടിംഗ് വാല്യൂസ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൽ നമുക്ക് പാസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത് നമുക്ക് ഒരു ഈ 11.5 എന്നുള്ള ഈ നമ്പർ നമുക്ക് ഏതെങ്കിലും ഒന്ന് ഇനീഷ്യലൈസ് ചെയ്യണം. അതിനായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു, ഒരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്ലോക്കാണ് ഇനീഷ്യലൈസ് ഗ്ലോബൽ നെയിം എന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് എന്ത് ഡാറ്റ ടൈപ്പ് വേണമെങ്കിലും ഇനീഷ്യലൈസ് ചെയ്യുക. ഞാനിവിടെ എന്ത് ചെയ്യാണ്, ഇനീഷ്യലൈസ് ചെയ്യണം. ഈ നമ്പർ 11.5 എന്നുള്ള നമ്പർ ഈ നമുക്ക് പേരൊന്ന് മാറ്റാം, നമ്പർ എന്ന് കൊടുക്കും. നമ്പർ എന്നുള്ള ഗ്ലോബൽ വേരിയബിളിലേക്ക് 11.5 എന്നുള്ള നമ്പർ നമ്മൾ എന്ത് ചെയ്തു, ഇനീഷ്യലൈസ് ചെയ്തിരിക്കും. ഓക്കെ, ഇനി ഇത് ഈ നമ്പർ നമുക്ക് എന്ത് ചെയ്യണം, മാറ്റണം, ഇനീഷ്യലൈസ്. ഓക്കെ, സോ ഇതൊരു 0 ആണ്. അപ്പോൾ നമുക്ക് അടുത്തത് എന്ത് ചെയ്യണം, ഇതിലേക്ക് ഒന്നും കൂടി പ്ലസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക. അങ്ങനെ എന്ത് ചെയ്താൽ ഈ സംഖ്യ മാറ്റണം. നമ്പർ എന്ന് പറഞ്ഞ വേരിയബിളിലുള്ള ആ വാല്യൂവിനെ നമുക്ക് ചേഞ്ച് ചെയ്യണം. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ബ്ലോക്കാണ്, വേരിയബിളിൽ പോയാൽ കാണാം എന്താ സെറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് ഗെറ്റ് ഉണ്ട്, സെറ്റ് ഉണ്ട്. അപ്പോൾ ഈ സെറ്റ് എന്നുള്ള ബ്ലോക്കാണ് ഒരു വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്ലോക്ക്. ഇനി ഗെറ്റ് എന്നുള്ള ബ്ലോക്കാണെങ്കിൽ നമ്മൾ ആ വേരിയബിൾ ഏത് വാല്യൂ ആണോ സ്റ്റോർ ചെയ്ത് വെച്ചാണ് ആ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, അതിനാണ് ഗെറ്റ് ബ്ലോക്ക്. അപ്പോൾ ഈ സെറ്റ് ബ്ലോക്കാണ് എന്ത് ഒരു വാല്യൂ മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്ലോക്കാണ് സെറ്റ് ബ്ലോക്ക്. ഇതൊന്ന് ഡ്രാഗ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ നമ്മൾ ഒരു വേരിയബിൾ നെയിം ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് 1 കാണിക്കുന്നത്, നമ്പർ എന്ന് പറഞ്ഞാൽ. ഇനി ഇങ്ങനത്തെ ഒരുപാട് വേരിയബിൾസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിനൊരു ലിസ്റ്റ് ആയിട്ട് കാണിക്കും. അപ്പോൾ അതിൽ നിന്ന് ഇഷ്ടമുള്ള വേരിയബിൾ നെയിം സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ എന്താണ് ചെയ്യുന്നത്, ഈ ഗ്ലോബൽ നമ്പർ എന്നുള്ള വാല്യൂവിനെ വേറെ നമ്പറിലേക്ക് അസൈൻ ചെയ്യണം. ഞാൻ 10 ആക്കി. ഈ വേരിയബിൾ സ്റ്റോർ ചെയ്ത 0 എന്താവും, 10 ആയിട്ട് മാറും. അതാണ് സെറ്റ് ബ്ലോക്കിന്റെ പ്രധാനമായിട്ടുള്ള യൂസേജ്. ഞാൻ അടുത്ത ബ്ലോക്ക് വരുന്നതെന്ന് വെച്ചാൽ ഡെസിമൽ. ഇതൊന്നും അധികം ആവശ്യം വരില്ല, കാരണം ഇതൊക്കെ ഒരുപാട് ആപ്പിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് എത്തിയാലേ ആവശ്യം വരുള്ളൂ. അപ്പോൾ യൂസേജ് വരുമ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇനി അടുത്ത ബ്ലോക്കാണ്, ഇതിലും കമ്പയർ ബ്ലോക്ക് ഉണ്ട്. നമ്മൾ സ്ട്രിങ്ങിൽ കമ്പയർ ബ്ലോക്ക് യൂസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ കമ്പയർ ബ്ലോക്കാണ് ഇത്. 2 ഇൻറ്റിജർ വാല്യൂസിനെ കമ്പയർ ചെയ്യാം. ഓക്കെ, ഉണ്ടോ, ഒരു 0 എന്നുള്ള വാല്യൂനും 10 എന്നുള്ള ഒരു വാല്യൂ എന്ത് ചെയ്യുക, നമ്മൾ കമ്പയർ ചെയ്യാണ്. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ബൂലിയൻ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഞാൻ ഡു ഇറ്റ് ചെയ്ത് നോക്കാം എന്താ വാല്യൂ കിട്ടുകയെന്ന്. ഉണ്ടോ, ഫാൾസ് എന്നുള്ളൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. കാരണം 0 എന്താണ് 10 ഈക്വൽ അല്ല. ഈ നോട്ട് ഈക്വൽ ആണ് കൊടുക്കുന്നതിൽ എന്തുണ്ടാവും, ഒന്നും കൂടി ഒന്ന് ഡു ഇറ്റ് ചെയ്ത് നോക്കാം. നോട്ട് ഈക്വൽ കൊടുക്കുകയാണെങ്കിൽ ട്രൂ ആയിട്ട് കാണിക്കുക. കാരണം എന്താണ്, അത് നോട്ട് ഈക്വൽ ടു അല്ല, അങ്ങനെ ഒരു ട്രൂ വാല്യൂ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെയൊക്കെ യൂസേജ്. ഇതൊരു കമ്പയർ ചെയ്യാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതേപോലെ ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ഒരുപാട് ഫങ്ഷൻസ് ഇത് ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യാം. ഇനി ഞാനിവിടെ ഡയറക്റ്റ് ആയിട്ട് നമ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വേണമെങ്കിൽ വേരിയബിളും ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ, വേരിയബിൾ എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത ബ്ലോക്ക് വരുന്നത് ഒരു സമ്മേഷൻ. 2 ഇൻറ്റിജർ വാല്യൂസ് തമ്മിൽ സം ചെയ്യാനാണ്, കൂട്ടാൻ വേണ്ടി, അഡീഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബ്ലോക്കാണത്. ഇതിൽ എത്ര ഒരു 2 സംഖ്യ എന്നല്ലത് പറഞ്ഞത്.
ഈ സെറ്റിങ്സിൽ കൊടുത്തുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നമ്പേഴ്സ് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എത്ര നമ്പറും ഇതിൽ ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ 2 നമ്പറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു 2 വാല്യൂസ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 10ഉം ഒരു 20ഉം നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഒന്ന് ഡു ഇറ്റ് ചെയ്ത് നോക്കാം, എന്താ റിസൾട്ട് വരുന്നത് നോക്കാം. ഉണ്ടോ, 30 എന്നുള്ള വാല്യൂ എന്ത് ചെയ്തു, അത് റിട്ടേൺ ചെയ്തു. ഇതൊരു പ്ലസ് ചെയ്തിട്ട്, ഒരു അഡീഷൻ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടാണ് എന്ത് ചെയ്യാം, അത് റിട്ടേൺ ചെയ്യാം. ഇനി ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓക്കെ, ഞാൻ ഈ ഗ്ലോബൽ നമ്പർ ഞാനൊരു 10 ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഗ്ലോബൽ നമ്പറും 20 കൂടി ആഡ് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വേരിയബിളിൽ പോയിട്ട് ഗെറ്റ് എടുക്കാം. ഓക്കെ, 20 കൊടുക്കണം, ഇവിടെ 20 കൊടുത്തു. അപ്പോൾ ഈ ഗ്ലോബൽ നമ്പർ എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന 10ഉം പിന്നെ എന്ത് ചെയ്യുക, ഇവിടെ 20ഉം തമ്മിൽ എന്ത് ചെയ്യും, അഡീഷൻ ആവും. അപ്പോൾ സെയിം റിസൾട്ട് തന്നെ കിട്ടുക. നമ്മളിവിടെ എന്ത് ചെയ്യാം, ഒരു 25 കൊടുത്തു. ഇതൊന്ന് ഡു ഇറ്റ് ചെയ്ത് നോക്കാം. ഉണ്ടോ, 45. കാരണം ഗ്ലോബൽ നമ്പർ എന്ന വാല്യൂവിൽ 25 ആണ്. അതിനോട് നമ്മളൊരു +20 കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വേരിയബിൾ നെയിമായിട്ട് യൂസ് ചെയ്യാം. ജസ്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത ബ്ലോക്ക് എന്താണ്, മൈനസ് ബ്ലോക്ക് ആണ്. സെയിം ഫ്യൂച്ചറാണ്. നമ്മൾ ജസ്റ്റ് 2 നമ്പറുകൾ എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാവുന്നതാണ്. ഒരു 10 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണ്. ഇതൊന്ന് ഡു ഇറ്റ് ചെയ്യാം. ഓക്കെ, 10 കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ബ്ലോക്കാണ്. അടുത്ത ബ്ലോക്ക് എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ്റെ ബ്ലോക്കാണ്. ഇതും സെയിം സംഭവമാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, 2 വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡു ഇറ്റ് റിസൾട്ട് വരുന്നത് കാണിക്കാം. ഉണ്ടോ, 200 എന്ന് കാണിച്ചു. ഇതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ ഒരു പരിചയപ്പെടുന്ന ബ്ലോക്കുള്ളൂ. ഇതുപോലെ തന്നെ എന്തുണ്ട്, ഡിവിഷൻ്റെ ബ്ലോക്ക് ഉണ്ട്. 2 സംഖ്യകൾ എന്ത് ചെയ്യുക, ഡിവിഷൻ ചെയ്യുക. ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ വേരിയബിൾ നെയിം എന്ത് ചെയ്യുക, യൂസ് ചെയ്യാം. നമ്പർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഓക്കെ, ഇതൊക്കെയാണ് ഇതിലുള്ള ബ്ലോക്കുകൾ. ഇനി വരുന്നത് ഇപ്പോൾ റൗണ്ട് ബ്ലോക്ക് ഉണ്ട്. ഒരു സംഖ്യനെ റൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്ലോക്കാണിത്. ഇതെങ്ങനെ റൗണ്ട് ചെയ്യാന്ന് വെച്ചാൽ 20.9 കൊടുക്കുക. ഇതിനെ റൗണ്ട് ചെയ്തിട്ട് ഒരു 21 കിട്ടണം. അതിന് യൂസ് ചെയ്യുന്ന ബ്ലോക്കാണ്. ഒരു ഫ്ലോട്ടിംഗ് വാല്യൂസ് കിട്ടണം. അതിന് ഫ്ലോട്ടിംഗ് വാല്യൂസ് നമ്മൾ വാല്യൂ ആയിട്ട് കൊടുക്കുമ്പോൾ അതിനെ റൗണ്ട് ചെയ്തിട്ട് റിസൾട്ട് കൊടുക്കുന്ന ബ്ലോക്കാണ് എന്ത്, റൗണ്ട് ബ്ലോക്കാണ്. ഇതൊന്ന് റിട്ടേൺ ചെയ്താൽ എന്താ കിട്ടുക നോക്കാം. ഡുയിറ്റ് ചെയ്ത് നോക്കണം. ഉണ്ടോ, 21 എന്നുള്ള വാല്യൂ കിട്ടി. കാരണം 20.9 എന്നുള്ള എന്ത് ചെയ്യും, ഒന്ന് റൗണ്ട് ആക്കിയിട്ടുണ്ട്. ഇതിൽ തന്നെ സെലക്ട് ചെയ്ത് കാണാൻ എന്ത്, സ്ക്വയർ റൂട്ട്, ഒരു സംഖ്യൻ്റെ സ്ക്വയർ റൂട്ട് റിട്ടേൺ ചെയ്യും. പിന്നെ അബ്സല്യൂട്ട് വാല്യൂ, പിന്നെ നെഗറ്റീവ്, ഒരു സംഖ്യൻ്റെ നെഗറ്റീവ് അത് മൈനസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നതുള്ളൂ. സീലിംഗ്, ഫ്ലോർ, ലോഗ്, ഒരു സംഖ്യൻ്റെ ലോഗ് വാല്യൂ കാണാനും. ഓക്കെ, ഞാൻ അതൊന്നും കൂടുതലായിട്ട് പരിചയപ്പെടുത്തുന്നില്ല. ഇതൊക്കെയാണ് ഒരു മാത്ത് ബ്ലോക്കിൽ പ്രധാനമായിട്ടും യൂസേജ് വരുന്ന ബ്ലോക്കുകൾ. ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ സൈനും കോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും അധികം യൂസേജ് വരില്ല. ഓക്കെ, സൈനും കോസിനൊന്നും നമ്മളിപ്പോൾ ഒരു അങ്ങനത്തെ ഒരു ആപ്പ് ആയിരിക്കില്ല ചിലപ്പോൾ ഉണ്ടാക്കാം. ഇനി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ യൂസേജിനെ കുറിച്ചപ്പം പറയാവുന്നതാണ്. ഈ വീഡിയോസിൽ വെറും ഇത്ര മാത്രം ചെറിയ കണ്ടന്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം, വേറെ ബ്ലോക്കായിട്ട് പരിചയപ്പെടാം. അതിന് മുന്നേ ചെറുതായി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ഇവിടെ ഒരു വാല്യൂ മാറ്റണം എന്ന് പറഞ്ഞു. ഈ സെറ്റ് നമ്പർ എന്നുള്ള നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ ആക്കാന്ന് പറഞ്ഞു. അത് ആക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യതില്ല. ഓക്കെ, ഇപ്പോൾ ഈ വാല്യൂ ഇതിനോട് ഒരു 10 കൂട്ടിയിട്ട് ഒരു 35 ആക്കണം. എന്ത് ചെയ്യാം, ഇവിടെ ഒരു 10 കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതെന്താ സംഭവിക്കലാണ്, ആദ്യം ഇത് അഡീഷൻ ചെയ്തിട്ട് ആ കിട്ടുന്ന വാല്യൂ എന്താണോ, നമ്പറിൽ ഓൾറെഡി എന്താണുള്ളത്, 25 ആണുള്ളത്. അപ്പോൾ ആ 25ഉം 10ഉം കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യും, ഒന്നും കൂടി ആ നമ്പറിലേക്ക് ആ വാല്യൂ അസൈൻ ചെയ്യും. അപ്പോൾ ഈ നമ്പറിൽ 25 എന്താവും, 35 ആവും. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ചെയ്യുക, നമുക്ക് ഒരേ സമയത്ത് അഡീഷൻ ചെയ്യും ചെയ്യാം. അതിനെ ഒരു വാല്യൂ ആയിട്ട് സെറ്റ് ബ്ലോക്ക് ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് ഈ വീഡിയോസിലുള്ളത്. അപ്പോൾ ഓക്കെ, ചെറിയ കാര്യമാണ്, ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത വീഡിയോസിൽ കാണാം. ബൈ.